ലോകം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഏതു സമയവും യുദ്ധസമാനമായ സാഹചര്യം ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ പാരമ്യതയിലെത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു യുദ്ധമുഖം കൂടി ഇപ്പോൾ തുറക്കുന്നു എന്നൊരു ഘട്ടമായി എത്തിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ സമീപം ഒരു ദ്വീപിൽ നിന്ന് പറന്നുയർന്ന അമേരിക്കയുടെ 10 പോർ വിമാനങ്ങൾ ചൈനയുടെ വ്യോമാതിർത്തി ലംഘിച്ചു. തുടർന്ന് ചൈന അവരുടെ യുദ്ധവിമാനങ്ങൾ അയച്ച് തടയുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. സംഭവം ഇങ്ങനെയാണ്. ദക്ഷിണ കൊറിയയുടെ പടിഞ്ഞാറ തീരത്ത് ഉള്ള സൈനിക വ്യോമത്താവളത്തിൽ നിന്ന് വ്യോങ്ടക് എന്ന് പറയുന്ന വ്യോമത്താവളത്തിൽ നിന്ന് 10 US യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നതായി യോൻഹാപ്പ് ന്യൂസ്, ദക്ഷിണ കൊറിയയുടെ മീഡിയയാണ്, യോൻഹാപ്പ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിമാനങ്ങൾ ചൈനയുടെ വ്യോമ പ്രതിരോധ മേഖലയുടെ സമീപം കൂടെ മാത്രമാണ് പറന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ചൈനയുടെ വിമാനങ്ങൾ പറന്നുയരുകയും അത് തടയുകയും ചെയ്തു. ചൈന പറയുന്ന ഫയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോൺ ADIZ ഇതിന്റെ നിയമപ്രകാരം ഈ അതിർത്തിക്ക് സമീപത്തുന്ന വിമാനങ്ങൾ അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് അത് തടഞ്ഞതെന്നും ഇത്തരം കടന്നുകയറ്റങ്ങൾ അനുവദിക്കില്ല എന്നും പറയുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ദക്ഷിണ കൊറിയ പറയുന്നത് ഇതൊരു സാധാരണ സംഭവമാണെന്നും പരിശീലന പറക്കലിനിടയ്ക്ക് സംഭവിച്ചതാണെന്നും അതിർത്തി കടന്നിട്ടില്ല എന്നും പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അതിർത്തിയിൽ ഉടനീളം ചൈന അവരുടെ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഗ്ലോബൽ ടൈംസ്, ചൈനയുടെ മുഖപത്രമാണ് ഗ്ലോബൽ ടൈംസ്, അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, തായ്വാൻ ചൈന ഏതു നിമിഷവും യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിൽ ജപ്പാൻ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടു. തായ്വാൻ നേരെ ആക്രമണം ഉണ്ടായാൽ തങ്ങൾ നോക്കിയിരിക്കില്ല എന്ന് ജപ്പാൻ പറയുകയും ദക്ഷിണ കൊറിയയുടെ ഒരു പിന്തുണ അമേരിക്കയ്ക്ക് കിട്ടുകയും ചെയ്യുമെന്ന ഘട്ടത്തിൽ ദക്ഷിണ കൊറിയയും ജപ്പാനും അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളാണ്. സൈനികപരമായി തന്നെ സഹായം നൽകേണ്ട നാറ്റോയ്ക്ക് പുറത്തുള്ള ഒരു സൈനിക സഖ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സൈനികർ കൂടുതലായി ഇപ്പോൾ ഈ മേഖലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളും മറ്റും നടത്തി വരുന്നത്. ഇതോടുകൂടി തന്നെ ചൈനയും അമേരിക്കയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും ഈ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നതും അതിനെ തടഞ്ഞതും ഒരു വലിയ വാർത്ത തന്നെയായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.